ഇനി പറയാൻ പോകുന്ന ശീലങ്ങൾ മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നിങ്ങൾ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. ചില ജീവിത ശൈലികളുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അമിതവണ്ണമാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല വണ്ണമുള്ള ഒരാൾ 8 മുതൽ 10% വെയിറ്റ് കുറച്ചാൽ തന്നെ നല്ല രീതിയിൽ അലർജി ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. കീറ്റോ ഡയറ്റ് പോലെ അന്നജത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറച്ചിട്ട് പ്രോട്ടീനും ഇലക്കറികളും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് സ്പൈസസ് ഉപയോഗിക്കുക എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും ഒരു ശീലമാണ്. അപ്പോൾ കഴിയുന്നതും അത് കുറയ്ക്കുക. കാരണം കൂടുതലായിട്ട് സ്പൈസസ് ഉപയോഗിക്കുമ്പോൾ നെഞ്ചരിച്ചിലും പുളിച്ചു തട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാക്കുകയും വയറിൽ നിന്ന് കൂടുതലായിട്ട് ആസിഡിന്റെ അംശം നമ്മുടെ തൊണ്ടയിലെത്തുകയും അലർജി കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സ്പൈസസ് കൂടുതലായിട്ട് ശ്വസന നാളിയിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിയുന്നത് ഒഴിവാക്കുക. ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ അലർജി ടെൻഡൻസി കൂടാനും കൂടുതൽ നീർക്കെട്ട് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. പൂർണ്ണമായിട്ടും ഷുഗർ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളെ ഭക്ഷണത്തിലുള്ള ഉപ്പിന്റെ കണ്ടന്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് അലർജി, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനും അതോടനുബന്ധിച്ച് കൂടുതലായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റിനോടൊപ്പം ജീവിതശൈലിയിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ അലർജി നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്.